നമുക്ക് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോണത് ഓർഡറിംഗ് ആണ്. അപ്പം യു ക്യാൻ ജസ്റ്റ് ഗിവ് എൻ എക്സാമ്പിൾ ഡയഗ്രാം ഓഫ് നോഡ് എ സെൻഡിങ് a broadcast message based on the broadcast algorithm to node B. Assume the network provides a point-to-point send and receive. After the broadcast algorithm receive the message from the network, it may queue the or buffer before delivering to the application. But queued ആയിട്ട് വെക്കും before it delivers the message which is it received at node B. Okay, this is a diagram showing the sending and receive. Now there are റിലയബിൾ ബ്രോഡ്കാസ്റ്റിന് കുറേ ഓർഡറിങ് ടൈപ്സ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെ ഒരു മെസ്സേജുകൾ ഓർഡർ ചെയ്യണം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ സെവറൽ പാരാഡിംസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ബേസിക്കലി പറഞ്ഞിരിക്കുന്ന ഫിഫോ, കോസൽ ആൻഡ് ടോട്ടൽ ആണ്. ആൻഡ് ദിസ് വൺ ഓൾസോ ഇസ് ജസ്റ്റ് മെൻഷൻ. സോ വിൽ സീ ഓൾ ദീസ് തിങ്സ്. ഫിഫോ ബ്രോഡ്കാസ്റ്റ്. വാട്ട് ഈസ് ഫിഫോ ബ്രോഡ്കാസ്റ്റ്? ഫിഫോ ബ്രോഡ്കാസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇഫ് M1 and M2 are a message which are broadcast by the same node and broadcast of M1 happens before broadcast of M2, then M1 must be delivered before M2. ഇതാണ് ഫിഫോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് കാണാം. There are 3 nodes A, B and C, and you can see A is sending a message, broadcasting a message M1 to B and to C, okay, and it to itself. അപ്പോൾ ഒരു A എന്ന് പറഞ്ഞ നോഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം ആ മെസ്സേജ് അതിലേക്ക് തന്നെ ഒന്നുകൂടി അയക്കേണ്ട ആവശ്യം എന്താ? നമുക്കൊരു ഇത് വരും, നോഡ് സെൻഡിങ് എ മെസ്സേജ് ടു ഇറ്റ് സെൽഫ്. അതിനറിയാലോ എന്താ മെസ്സേജ് സെൻഡ് ചെയ്ത്, പിന്നെ അതിലേക്ക് തന്നെ എന്തിനു സെൻഡ് ചെയ്യണം. അതാണ് ഈ ഒരു ഇത് ആരോ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് സെൻഡിങ് ദ മെസ്സേജ് ടു ഇറ്റ് സെൽഫ്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ടോട്ടൽ ഓർഡറിങ് പഠിക്കുമ്പോഴാണ്, വൈ ഇറ്റ് ഇസ് നീഡഡ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക, ഒരു മെസ്സേജ് അയക്കുമ്പം അത് അതിലേക്കും പിന്നെ അതിനടുത്തുള്ള നോഡുകളിലേക്കും ആ ഗ്രൂപ്പിലുള്ള നോഡുകളിലേക്കും മൾട്ടികാസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് M1 ഹാസ് ഹാപ്പൻ. ഇനി ദിസ് M1 ഒരു മെസ്സേജ് A എന്ന് പറഞ്ഞ നോഡ് M1 എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് A എന്ന നോഡ് തന്നെ M3 എന്ന മെസ്സേജും അയച്ചിട്ടുണ്ട്. ഓക്കെ, സോ മെസ്സേജസ് സെൻഡ് ബൈ ദ സെയിം നോഡ് മസ്റ്റ് ബി ഡെലിവേർഡ് ഇൻ ദ ഓർഡർ ദേ വെർ സെൻഡ്. അതായത് A എന്ന് പറഞ്ഞ നോഡ് അയച്ച മെസ്സേജുകൾ M1 ഉം M3 ഉം ആണ്. അപ്പോൾ M1 ശേഷമാണ് M3 അയച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഡെലിവർ ചെയ്യുമ്പം M1 ശേഷം തന്നെ ആയിരിക്കണം M3 ഡെലിവർ ചെയ്യുന്നത് ബൈ ദ നെക്സ്റ്റ് നോഡ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. A ഡെലിവർ ചെയ്യുന്നത് M1 ആണ് ആദ്യം ഡെലിവർ ചെയ്യുന്നത്, പിന്നെ M3. ബിയിൽ യു ക്യാൻ സി M1 ആണ് ആദ്യം ഡെലിവർ ചെയ്യുന്നത്, അതിനുശേഷമാണ് ബിയിൽ M3 ഡെലിവർ ചെയ്യുന്നത്. അതേപോലെ സിയിൽ യു ക്യാൻ ജസ്റ്റ് സി M1 ആണ് ഡെലിവർ ചെയ്യാൻ പോണത്, പിന്നെ M3 ആണ് ഡെലിവർ ചെയ്യാൻ പോണത്. ദിസ് ഈസ് ഫ്രം എ സെയിം നോഡ് ഇഫ് എ മെസ്സേജ് ഒറിജിനേറ്റ്സ്. ഇനി ഇഫ് എ മെസ്സേജ് ഒറിജിനേറ്റ്സ് ഫ്രം എ ഡിഫറെൻറ്റ് നോഡ്സ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി റിലേഷൻ വിത്ത് ദ മെസ്സേജ് വിച്ച് ഇസ് ഒറിജിനേറ്റഡ് ഫ്രം A. അതായത് ഇപ്പോൾ ബിയിൽ നിന്നൊരു മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്. ബി സെൻഡിങ് എ മെസ്സേജ് M2 ടു ഇറ്റ് സെൽഫ് ടു A and C, but it need not preserve any order. That it can happen before M1, it can happen between M1 and M3, it can happen after M1 and M3. അതിനൊരു particular order maintain ചെയ്യേണ്ട ആവശ്യമില്ല, because this is delivered by a different node. Messages sent by different nodes can be delivered in any order, but by the same node must be delivered in the order they were sent. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇപ്പം നമുക്ക് കുറേ വാലിഡ് ഓർഡേഴ്സ് ആണിത്. M1 ശേഷം മാത്രമേ M3 വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ കൺസ്ട്രെയിൻറ്റ്. പക്ഷേ M2 M1 മുന്നെയോ M1 M2 ഇടയ്ക്കോ അല്ലെങ്കിൽ M1 M3 ഇടയ്ക്കോ അല്ലെങ്കിൽ M1 M3 ശേഷമോ വരാം. കാരണം M2 ഓർഡറിങ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡെലിവേർഡ് ഓർ ഇറ്റ് ഈസ് സെൻഡ് ബൈ എ ഡിഫറെൻറ്റ് നോഡ്. Okay, അപ്പം you can see the possible valid orders are M2 can happen before M1 and M3, M2 can happen between M1 and M3, M2 can happen after M1 and M3. പക്ഷേ M1 കഴിഞ്ഞിട്ട് M3 ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ, because these M1 and M3 are sent by the same node. അതാണ് ഫിഫോ ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പം ദിസ് ഇസ് അനദർ വേ ഫിഫോ ബ്രോഡ്കാസ്റ്റിൻ്റെ. അതായത് യു ക്യാൻ സി അറ്റ് C M2 ആദ്യം ഡെലിവർ ചെയ്യുന്നു, പിന്നെ M1 ഡെലിവർ ചെയ്യുന്നു, പിന്നെ M3 ഡെലിവർ ചെയ്യുന്നു. അനദർ കേസ് ഓഫ് അതാണ് M1 ആദ്യം M2 പിന്നെ M1 പിന്നെ M3 അങ്ങനെയും ഡെലിവർ ചെയ്യാം. അതായത് ആദ്യം M1 പിന്നെ ആദ്യം ഡെലിവർ ചെയ്യുന്നത് M2 പിന്നെ M1 പിന്നെ M3. അപ്പം യു ക്യാൻ സി M2 M1 M3 ഈ ഓർഡർ, ഇതൊക്കെ വാലിഡ് ഓർഡേഴ്സ് ആണ്. കാരണം അതിൻ്റെ വേറൊരു കേസ് ഇതിൽ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. യു ക്യാൻ ഡ്രോ ദിസ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്
അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ഒരു നോഡിൽ നിന്ന് 2 മെസ്സേജുകൾ വരികയാണെങ്കിൽ, അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്നുകൂടി ക്ലിയർ ആ. ഇഫ് M1 and M2 ആർ ബ്രോഡ്കാസ്റ്റ് ബൈ ദ സെയിം നോഡ്, then and broadcast of M1 has happened before M2, then M1 must be delivered before M2. അതാണ് എ എന്ന സെയിം നോഡിൽ നിന്ന് M1 ഉം M3 വരികയാണെങ്കിൽ M1 ആണ് ആദ്യം ഡെലിവർ ചെയ്യുന്നതെങ്കിൽ M1 ശേഷം മാത്രമേ M2 മറ്റേ നോഡുകളും ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് റൂള്. നേരെ മറിച്ച് M2 ഒരു ഡിഫറെൻറ്റ് നോഡിൽ നിന്ന് വന്ന മെസ്സേജാണ്, അതിന് ഈ ഒരു ഓർഡറിങ് ബാധകമല്ല. ഇനി യു ക്യാൻ സീ ദാറ്റ് M1 എന്ന് നമുക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ മനസ്സിലാവും, M1 ശേഷമാണ് M2 സെൻഡ് ചെയ്തിട്ടുള്ളൂ. യു ക്യാൻ സീ. അപ്പോൾ ദർ ഈസ് സംതിങ്, ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ, അതായത് M1 ശേഷമാവണം M2 സെൻഡ് ചെയ്തത് എന്ന് പറയണമെങ്കിൽ വി നീഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓർഡറിങ് വിച്ച് ഇസ് കോസൽ ഓർഡറിങ്. ഓക്കെ, സോ യു ക്യാൻ സീ what is causal relation or causal ordering. Causally related messages എന്ന് പറയുന്നത് it must be delivered in causal order. നമുക്ക് ഈ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും, എ എന്ന നോഡും ബി എന്ന നോഡും സി എന്ന നോഡും 3 നോഡ്സ് ഉണ്ട്. എ മെസ്സേജ് M1 അതിലേക്കും പിന്നെ ബിയിലേക്കും സിയിലേക്കും അയക്കുന്നുണ്ട്. പിന്നെ യു ക്യാൻ സി ബി സെൻഡ് ചെയ്യുന്ന M2 ഇസ് സെൻഡ് ആഫ്റ്റർ M1. അപ്പം M2 എന്ന് പറയുന്നത് M1 ആയിട്ടൊരു കോസൽ റിലേഷൻ, ദാറ്റ് മീൻസ് M2 മേ ബി ഡിപ്പെൻഡിങ് ഓൺ M1. ഓക്കെ, സോ ദ മെസ്സേജ് M1 ആഫ്റ്റർ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ M2 സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ആസ് പെർ ദ ഡയഗ്രാം യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ M1 ആൻഡ് M2, റൈറ്റ്? M1 ഇസ് കോസലി റിലേറ്റഡ് വിത്ത് M2. അതേപോലെ തന്നെ M1 എ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ M3 സെൻഡ് ചെയ്യുന്നു. സോ ദിസ് ഓൾസോ ഹാസ് എ കോസൽ റിലേഷൻഷിപ്പ് ബിക്കോസ് M1 ശേഷം മാത്രമേ M3 സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ദേ ആർ ഒറിജിനേറ്റിംഗ് ഫ്രം ദ സെയിം നോഡ്. നേരെ മറിച്ച് ഇവിടെ ശ്രദ്ധിക്കാം, M2 എന്ന് പറഞ്ഞ മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത് ബി ഡെലിവർ ചെയ്യുമ്പം ബിയിലേക്കും അതേപോലെ സിയിലേക്കും എയിലേക്കും ഡെലിവർ ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ, ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് M3 എന്ന മെസ്സേജ് എ ഡെലിവർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഡെലിവർ ചെയ്യുമ്പം ദേ ആർ കോൾഡ് കൺകറൻറ്റ് മെസ്സേജസ്. ദേ ആർ, അതായത് ഒരേ സമയത്ത് ഡെലിവർ ചെയ്യുന്ന മെസ്സേജസ്, ദേ ആർ നോട്ട് കോസലി റിലേറ്റഡ്. കൺകറൻറ്റ് മെസ്സേജസ് ക്യാൻ ബി ഡെലിവേർഡ് ഇൻ എനി ഓർഡർ. ഈ ഡയഗ്രത്തിൽ നിന്ന് ബി M2 സെൻഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് M3 സെൻഡ് ചെയ്യുന്നത്. സോ എക്ക് M3 ആദ്യം റിസീവ് ചെയ്യാം, ഓക്കെ, ആൻഡ് ദെൻ M2 റിസീവ് ചെയ്യാം. അതായത് നമ്മൾ M2 റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ M3 റിസീവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം ബോത്ത് ആർ കൺകറൻറ്റ് പ്രോസസ്സസ്. അതേപോലെ തന്നെ ബിക്ക് ഇപ്പോൾ നോക്കൂ, ബി ആദ്യം M2 ആണ് റിസീവ് ചെയ്യുന്നത്, അതിനുശേഷമാണ് M3 റിസീവ് ചെയ്യുന്നത്. ബിക്കോസ് M2 ആൻഡ് M3 ആർ നോട്ട് കോസലി റിലേറ്റഡ്, ദ ക്യാൻ ബി ഇൻ എനി ഓർഡർ. Okay, so here broadcast of M1 is happening before M2 and broadcast of M1 is happening before M3. ഈ M1 ഉം M2 ഉം തമ്മിലും അതേപോലെ M1 ഉം M3 ഉം തമ്മിലാണ് ആ കോസൽ റിലേഷൻ ഉള്ളത്. നിങ്ങൾക്ക് ഈ ടൈം ലൈൻ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും, അത് M1 ശേഷമാണ് M2 ഹാപ്പൻ ചെയ്യുന്നത്. പക്ഷേ M2 M3 കൺകറൻറ്റ് പ്രോസസ്സാണ്. കൺകറൻറ്റ് പ്രോസസ്സസ് ക്യാൻ ബി ഡെലിവേർഡ് ഇൻ എനി ഓർഡർ. അപ്പോൾ നമുക്ക് വാലിഡ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് എക്ക് M1 M2 ആൻഡ് M3, M1 M2 ആൻഡ് M3 or M1 M3 and M2 because M3 and M2 are not causally related. അപ്പം ഇങ്ങനെയും ആവാം വാലിഡ് ഓർഡേഴ്സ്. M3 M2 തമ്മിൽ ഒരു കൺകറൻറ്റ്, ദർ ഇസ് നോ കോസൽ റിലേഷൻ, സോ ദേ ക്യാൻ ബി ഡെലിവേർഡ് ഇൻ എൻ ഓർഡർ, ബട്ട് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് M2 happens after M1 and M3 happens after M1. ഓക്കെ, അതിൻ്റെ വേറൊരു കേസാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഡയഗ്രത്തിൽ. ദ നെക്സ്റ്റ് വാലിഡ് ഓർഡർ. ഓക്കെ, ദ ലാസ്റ്റ് ഡയഗ്രാം.